വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. വെൽക്കം ടു ഫിസിക്സ് ക്ലാസ്. ഇന്ന് നമ്മുടെ ടോപ്പിക്ക് ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമർ എന്ന ഡിവൈസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് അല്ലേ? നമ്മുടെ വീടിൻ്റെ അടുത്തോ നമ്മുടെ സ്കൂളിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഈ ഒരു ഡിവൈസിനെ കാണാൻ പറ്റും അല്ലേ? അപ്പോൾ എന്തിനാണ് ഈ ഡിവൈസ് യൂസ് ചെയ്യുന്നത്? അതാണ് നമ്മളുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. എന്തിനാണ് നമ്മൾ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്? പലയിടത്തും കണ്ടിട്ടുണ്ടല്ലോ, പ്രത്യേകിച്ച് ഇലക്ട്രിക് ലൈൻസുകളുടെ അടിയിലായിട്ടാണ് ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് കാര്യം ഒന്ന് നോക്കാം. അപ്പോൾ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദി കറണ്ട് ഡ്യൂറിങ് ദി പവർ ഡിസ്ട്രിബ്യൂഷൻ. Okay, it is a device which is used to either increase or decrease the current during the power distribution without loss of power. പവറിൽ അധികം വ്യത്യാസം വരാണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കറണ്ടിനെ ഇൻക്രീസ് ചെയ്യിക്കുക, ഡിക്രീസ് ചെയ്യിക്കുക. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോമർ കാണുന്നത്. അപ്പോൾ എന്തിനാണല്ലേ ഈ കറണ്ടിനെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യിക്കണം ഡിക്രീസ് ചെയ്യിക്കുകയും ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ പവർ സ്റ്റേഷനുകൾ നിങ്ങൾക്കറിയാം എവിടെയൊക്കെയാണ് നമ്മുടെ പവർ സ്റ്റേഷനുകൾ ഉള്ളതെന്നുള്ളത്. അപ്പോൾ ആ പവർ സ്റ്റേഷനിൽ ഉണ്ടാകുന്ന കറണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് വളരെ ഹൈ ആണ് അല്ലേ? വളരെ ഹൈ ആയിട്ടുള്ള വോൾട്ടേജാണ്. ആ വോൾട്ടേജ് അവിടെ നിന്ന് ഇലക്ട്രിക് ലൈൻസ് വഴി നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ തന്നെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വളരെയധികം നാശനഷ്ടങ്ങൾ സംഭവിക്കുക. ബിക്കോസ് ഇലക്ട്രിസിറ്റി ഈസ് വെരി പവർഫുൾ വൺ. അപ്പം അങ്ങനെ ആ പവർ സ്റ്റേഷൻ ഉണ്ടാകുന്ന എനർജി അല്ലെങ്കിൽ പവർ സ്റ്റേഷൻ ഉണ്ടാകുന്ന ഈ വോൾട്ടേജിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പലയിടങ്ങളിലായിട്ട് നമ്മൾ കുറയ്ക്കും കൂട്ടുകയൊക്കെ ചെയ്യും. കാരണം വി ഹാവ് ടു ഡിസ്ട്രിബ്യൂട്ട് ദി ഇലക്ട്രിക് പവർ. അങ്ങനെ ഈ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മളുടെ പല സ്ഥലങ്ങളിലേക്ക് എത്തുന്നത്, ഈവൻ നമ്മുടെ വീട്ടിലേക്ക് വരെ എത്തുന്നത്. ഇപ്പോൾ പവർ സ്റ്റേഷൻ ഉണ്ട്, പവർ സ്റ്റേഷന് സബ് സ്റ്റേഷനുണ്ട്, സബ് സ്റ്റേഷന് മിനി സ്റ്റേഷൻസ് ഉണ്ട്. അങ്ങനെ ഓരോ സ്റ്റേഷനിൽ കൂടി നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ കറണ്ട് കടന്നു പോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പലതരത്തിലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി സഹായിക്കുന്ന ഒരു ഡിവൈസ് ആണ് അത് നമ്മുടെ ട്രാൻസ്ഫോമർ. ഇപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ പ്രത്യേകത എന്താണ്? പവർ ലോസ് കുറച്ചുകൊണ്ടാണ് നമ്മൾ കറണ്ടിനെ ഇൻക്രീസ് ചെയ്യിക്കുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഒരു ട്രാൻസ്ഫോമർ നിർമ്മിച്ചിട്ടുള്ളതെന്ന കാര്യം നോക്കാം. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ബേസിക് തത്വം എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണെന്ന് അറിയാലോ. മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രകാരമാണ് ട്രാൻസ്ഫോമർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമറിൽ ഒരു സോഫ്റ്റ് അയൺ കോർ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ സോഫ്റ്റ് അയൺ കോറിൽ രണ്ട് എഡ്ജിലും എന്തുണ്ടാവും? കമ്പി ചുരുളുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, കമ്പി ചുരുളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ അനേകം കമ്പി ചുരുളുകൾ കൂടി ചേർന്നിട്ട് ഒരു സോഫ്റ്റ് അയൺ കോറിലും കൂടി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്? നമ്മളുടെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അത് വർക്ക് ചെയ്യുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയാണ്. അതായത് ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ്. ഓക്കെ, ഇൻഡ്യൂസ്ഡ് ഇ എം എഫും അതേപോലെ ആ ഇ എം എഫിലുള്ള വ്യതിയാനം കൊണ്ടിട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്? കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമറിൽ കോയിലുകളുണ്ട്, നിങ്ങളിപ്പോൾ പഠിച്ചു അല്ലേ? ആ ട്രാൻസ്ഫോമറിൽ നമ്മൾ സിഗ്നൽ അല്ലെങ്കിൽ കറണ്ട് എവിടുന്ന് എത്തുന്നു ആ ഭാഗത്തുള്ള കോയിലുകൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി കോയിൽ. ഓക്കെ, ആ കോയിലുകളെ വിളിക്കുന്ന പേരാണ് പ്രൈമറി കോയിൽ. അതേപോലെ ഈ കോയിലിന് തൊട്ടടുത്ത് തന്നെയാണ് മറ്റു കോയിലുള്ളത്. ഈ കോയിലാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഓക്കെ, വി ആർ ഗെറ്റിംഗ് ഔട്ട്പുട്ട് ഹിയർ. ഓക്കെ, അപ്പോൾ ആ ഔട്ട്പുട്ട് കിട്ടുന്ന ഈ ഒരു കോയിലിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി കോയിൽ. അപ്പോൾ ട്രാൻസ്ഫോമറിന് പ്രൈമറി കോയിലുണ്ട്, സെക്കൻഡറി കോയിലുണ്ട്. ഇതെന്തിൽ കണക്റ്റഡ് ആണ്? സോഫ്റ്റ് അയൺ കോറിൽ കണക്റ്റഡ് ആണ്. ഇതിന്റെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ്. അപ്പോൾ നിങ്ങളെടുത്ത് ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് വരെ എഴുതാണ്ട് എന്താണ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് എഴുതാണ്ട് എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നുള്ള കാര്യം കൂടി വ്യക്തമായിട്ട് എഴുതുക കേട്ടോ. എങ്ങനെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ടാവുന്നത്, ഇങ്ങനെയാണ് എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നുള്ള കാര്യം. അത് ഞാൻ ചെറുതായിട്ടൊന്ന് ഇവിടെ പറയാം. ഇപ്പം നമ്മൾ ഇത് മൊത്തം ഒരു സോഫ്റ്റ് അയൺ കോറിലാണ്. ഇതിലൂടെ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ളും ഫ്ലക്സുകളുണ്ട് അല്ലേ? മാഗ്നറ്റിക് ഫ്ലക്സുകളുണ്ട്.
ഈ മാഗ്നറ്റിക് ഫ്ലക്സുകളിൽ ഒരു മാറ്റം വരുമ്പോൾ if there is any change in the magnetic flux and that can create a EMF, right? If there is any change in this magnetic flux, it can create an EMF and that EMF is called as a induced EMF. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഈ കോയിൽ, പ്രൈമറി കോയിലിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് വ്യതിയാനം കൊണ്ട് സെക്കൻഡറി കോയിലിൽ എന്തുണ്ടാകുന്നു? ഒരു EMF പ്രേരിതമാക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂസ് EMF ഉണ്ടാകുന്നു. ആ ഇൻഡ്യൂസ് EMFനെ നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ ഏറ്റവും ബെനിഫിറ്റ് ഇതെല്ലാം ഒരൊറ്റ സോഫ്റ്റ്വെയർ കോറിലാണ് ഉള്ളത് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതും കൂടി മറക്കാതിരിക്കുക. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ബേസിക് തത്വം എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. സോ വി ആർ യൂട്ടിലൈസിങ് ദ ഇൻഡ്യൂസ്ഡ് EMF produced in a coil which are connected to one another, or they are side by side. And the coil on which we are getting the input, on which we are allowing the input, that's called as a primary coil, and the coil where we are getting the output, that is known as the secondary coil. Okay, and why we are using the transformer? It is to either increase the current or decrease the current without loss of power. Okay, either increase the current or decrease the current without loss of the power. That's why we are using transformer. Okay, അപ്പോൾ കുട്ടികളെ, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫോമറുകളുടെ കറണ്ട്, വോൾട്ടേജ്, പവർ, ഇൻഡ്യൂസ്ഡ് EMF ഇവരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കറിയാലോ, ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് കറണ്ടിനെ ഇൻക്രീസ് ചെയ്യിക്കാനും അതേപോലെ ഡിക്രീസ് ചെയ്യിക്കാനും വേണ്ടിയിട്ടാണ് ഡ്യൂറിങ് ദി പവർ ട്രാൻസ്മിഷൻ അല്ല പവർ ഡിസ്ട്രിബ്യൂഷൻ, റൈറ്റ്? സോ നമ്മൾ എങ്ങനെയാണ് അത് ഡിക്രീസ് ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യിക്കുന്നത്, എന്താണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് തത്വങ്ങൾ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബോർഡിലേക്ക് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ 2 ട്രാൻസ്ഫോമർ വരച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും വരച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കറണ്ടിനെ കുറയ്ക്കുകയാണ് അല്ലേ, കറണ്ടിനെ ഡിക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അവിടെ പ്രത്യേകത അറിയാലോ, നമ്പർ ഓഫ് ടേൺസ് കമ്പയർ ടു ദി പ്രൈമറി ഇറ്റ് ഈസ് വെരി ലെസ് അല്ലേ. അതായത് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി പ്രൈമറി ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി സെക്കൻഡറി. ഏതിൻ്റെ കേസിലാണ്? സ്റ്റെപ്പ് ഡൗൺ. ഈ സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ എന്തായിരിക്കും? number of turns of the primary will be less than that of the number of turns of the secondary. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ അവിടെ സെക്കൻഡറിയിലുള്ള കോയിലുകളുടെ ടേൺസുകൾ കൂടുതലായിരിക്കും കമ്പയർ ടു പ്രൈമറി. അതാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്കറിയാം ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയാണെന്നറിയാം അല്ലേ. അപ്പോൾ ഒരു ഇൻഡ്യൂസ് EMF ഇവിടെ പ്രേരിതമാക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഡ്യൂസ് EMF ഇവിടെ ക്രിയേറ്റ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഇൻപുട്ട് ഈ ഭാഗമാണ്, പ്രൈമറി കോയിലാണ് ഇൻപുട്ട് എങ്കിൽ നമുക്ക് സെക്കൻഡറി കോയിലിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. അതായത് അവിടെയാണ് ഇൻഡ്യൂസ്ഡ് EMF ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമ്മൾ ഒരു ഇക്വേഷനിലേക്ക് കടക്കണം. ഈ ഇക്വേഷനിൽ നമ്മൾ എഴുതുന്നത് വോൾട്ടേജ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദിസ് കോയിൽ. ഓക്കെ, വോൾട്ടേജ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി സെക്കൻഡറി കോയിൽ വിൽ ബി ഈക്വലന്റ് ടു ദി നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി സെക്കൻഡറി കോയിൽ ഇൻടു ഇൻഡ്യൂസ്ഡ് EMF. ഓക്കെ, ഇൻഡ്യൂസ്ഡ് EMF. ഈ എപ്സിലോൺ പറഞ്ഞിട്ടുള്ള ഈ ഒരു നൊട്ടേഷൻ കാണിക്കുന്നത് ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ പ്രേരിത EMF ആണ്. ഓക്കെ, അപ്പോൾ ഇത് സെക്കൻഡറിയിൽ ഉണ്ടായിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് EMFനും അതേപോലെ നമ്പർ ഓഫ് ടേൺസ്, സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് നമുക്ക് എന്ത്? സെക്കൻഡറിയിലുള്ള വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൈമറി കേസ് എടുക്കുക. ഒരു പ്രൈമറി ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് എടുക്കാം. നമുക്ക് പ്രൈമറിയിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് എങ്ങനെയാണെന്ന് നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? യെസ്, number of turns of the primary multiplied by the induced EMF. Okay, induced EMF തന്നെയാണ് പ്രൈമറിൽ ഉണ്ടാകുന്ന വോൾട്ടേജ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ രണ്ട് വാലിഡ് ആയിട്ടുള്ള ഇക്വേഷൻസിനെ തമ്മിൽ കമ്പയർ ചെയ്യുക, റേഷ്യോ കണ്ടെത്താൻ പോവാണ് കേട്ടോ. റേഷ്യോ കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് കൊടുക്കാം, ഇതിന് നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഇക്വേഷനെ സെക്കൻഡ് ഇക്വേഷനെ കൊണ്ട് ഹരിക്കുകയാണ്, ഡിവൈഡ് ചെയ്യാണ്.
ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്നോട് ശ്രദ്ധിച്ച് കാണുക കേട്ടോ. അപ്പോൾ വി എസ് ആണ് ഫസ്റ്റ് ഇക്വേഷൻ, ഡിവൈഡഡ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് മൾട്ടിപ്ലൈഡ് ബൈ എപ്സിലോൺ ഓർ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എൻ പി മൾട്ടിപ്ലൈഡ് ബൈ ദി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഓക്കെ, ഇനി ഇവിടെ അറിയാം ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ട്രാൻസ്ഫോമറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും സെയിം തന്നെയാണ്, ഇ എം എഫിൽ വ്യത്യാസമൊന്നും വരില്ല. ഓക്കെ, സോ we can cancel out the two terms and now we will have Vs by Vp equal to Ns by Np. Okay, so Vs by Vp equal to Ns by Np എന്ന് പറയുന്ന ഈ ഒരു റേഷ്യോ ആണ് ട്രാൻസ്ഫോമറിന്റെ മെയിൻ ആയിട്ട് വരുന്ന ഒരു റേഷ്യോ, മെയിൻ ആയിട്ട് വരുന്ന ഒരു ഇക്വേഷൻ. Vs by Vp equal to Ns by Np. ഇവിടെ Vs എന്ന് പറയുന്നത് സെക്കൻഡറി കോയിലിൽ ഉണ്ടാകുന്ന വോൾട്ടേജ്, അതേപോലെ വി പി എന്ന് പറയുന്നത് പ്രൈമറി കോയിലിൽ ഉണ്ടാകുന്ന വോൾട്ടേജ്. അതെങ്ങനെ ഈക്വലൻ്റ് ആണ്? ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. എൻ എസ് എന്ന് പറയുന്നത് സെക്കൻഡറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ്, എൻ പി എന്ന് പറയുന്നത് പ്രൈമറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ്. അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ ട്രാൻസ്ഫോമറിൻ്റെ വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കിട്ടിയിട്ടുണ്ട് അല്ലേ? അതായത് നമ്പർ ഓഫ് ടേൺസും അതേപോലെ വോൾട്ടേജും പ്രൊപ്പോർഷണൽ ആണ്. വി എസ് ഈസ് പ്രൊപ്പോർഷണൽ ടു എൻ എസ് ആൻഡ് വി പി ഈസ് പ്രൊപ്പോർഷണൽ ടു എൻ പി അല്ലേ? അതായത് ഈ എൻ എസ് എന്ന് പറഞ്ഞിട്ടുള്ള കോയിൽ, സെക്കൻഡറി കോയിലിൽ ഉണ്ടാകുന്ന എത്ര നമ്പർ ഓഫ് ടേൺസ് കൂടുന്നു അതിനനുസരിച്ച് അവിടെ വോൾട്ടേജും കൂടുന്നു. അതേപോലെ തന്നെ പ്രൈമറിയിൽ എത്ര നമ്പർ ഓഫ് ടേൺസ് കൂടുന്നു അതേപോലെ അവിടെ വോൾട്ടേജും കൂടുന്നു. ആ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് കിട്ടുന്നത്. വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. അപ്പോൾ അത് നിങ്ങളൊരു വലിയൊരു നൊട്ടേഷൻ കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു ബിഗ് 1 ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെച്ചാലും ഉപയോഗിക്കാം കേട്ടോ. എ ബി സി ഡി പറഞ്ഞിട്ട് ലെറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. ബട്ട് ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ദിസ് വൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. നമ്മളൊരു ഫണ്ടമെന്റൽ ആയിട്ട് ഒരു ഇക്വേഷൻ കണ്ടെത്തി അല്ലേ? ഇനി നമ്മൾ അടുത്ത ഇക്വേഷനിലേക്ക് കിടക്കുക. അപ്പോൾ അടുത്ത ഇക്വേഷനിൽ കടക്കുന്നതിന് മുമ്പ് നമുക്ക് ട്രാൻസ്ഫോമറിൽ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. ഇവിടെ എന്തുണ്ടാവില്ല, പവർ ലോസ് കുറവായിരിക്കും. പവർ ലോസ് കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കറണ്ടിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു അസംഷൻ എടുക്കുകയാണ്, ഒരു പവർ ലോസും ഈ ഒരു ട്രാൻസ്ഫോമറിൽ ഉണ്ടാവുന്നില്ല എന്നുള്ള കാര്യം. ഓക്കെ, ജസ്റ്റ് an assumption. Here the condition is that there is no power loss. അങ്ങനത്തെ കണ്ടീഷൻ ആണെങ്കിൽ എന്താണ് സംഭവിക്കാൻ നോക്കാം. അപ്പോൾ പവർ ഓഫ് എ ട്രാൻസ്ഫോമർ, പവർ ഓഫ് എ ഡിവൈസ് എന്ന് പറയുന്നത് വി ഇൻറ്റു ഐ ആണെന്ന് നമുക്കറിയാം അല്ലേ? വി ഇൻറ്റു ഐ ആണ് അതിൻ്റെ ഇക്വേഷൻ. ഇനി നമ്മളിവിടെ ഉണ്ടാകുന്ന പവർ ഫസ്റ്റ് ഇപ്പോൾ ഒരു ട്രാൻസ്ഫോമർ എടുക്കുക, സ്റ്റെപ്പ് അപ്പ് എടുക്കാം. ആ ട്രാൻസ്ഫോമറിൽ ഉണ്ടാകുന്ന പവറിന് നമുക്ക് എങ്ങനെ എഴുതാം? വി എസ് ഇൻറ്റു ഐ എസ് എന്ന് എഴുതിക്കോടെ. ഓക്കെ, ദെൻ സെക്കൻഡറി ട്രാൻസ്ഫോമറിൽ ഉണ്ടാകുന്ന പവർ, പ്രൈമറി കോയിലിൽ ഉണ്ടാകുന്ന പവർ നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, വി പി ഇൻറ്റു ഐ പി. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിലൊരു ട്രാൻസ്ഫോമർ ഉണ്ട്. ആ ട്രാൻസ്ഫോമറിൽ നമ്മളൊരു അസംഷൻ എടുക്കുകയാണ്, പവർ ലോസ് ഒന്നും ഇല്ല എന്നുള്ളൊരു കണ്ടീഷൻ കേട്ടോ. ആ കണ്ടീഷനിൽ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ പവർ കണ്ടെത്തുന്ന വിധമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് സെക്കൻഡറി കോയിലിൽ ഉണ്ടാകുന്ന പവർ, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് പ്രൈമറി കോയിലിൽ ഉണ്ടാകുന്ന പവർ. അപ്പോൾ ഈ രണ്ട് കോയിലുകൾ ഉണ്ടാകുന്ന പവർ സെയിം ആണ് എന്നറിയാം അല്ലേ? രണ്ട് കോയിലിൽ ഉണ്ടാകുന്ന പവർ സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇക്വേഷനെ നമുക്ക് കമ്പയർ ചെയ്യാം. ഈ ഒരു ഇക്വേഷന് നമ്മൾ എ എന്ന് കൊടുക്കാം, ഈ ഇക്വേഷന് ബി എന്ന് കൊടുക്കാം. കാരണം ആദ്യത്തെ ഇക്വേഷൻ 1 and 2 നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എ ബി എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് കമ്പയറിങ് എഴുതാം. കമ്പയറിങ് ഇക്വേഷൻ എ ആൻഡ് ഇക്വേഷൻ ബി. ഇത് രണ്ടിനും കമ്പയർ ചെയ്യാന്ന് പറയുന്നത് നമുക്ക് വി എസ് ഇൻറ്റു ഐ എസ് ഈക്വൽ ടു വി പി ഇൻറ്റു ഐ പി എഴുതിക്കോടെ. കാരണം എന്താണ്, ഇവിടെ രണ്ട് കോയിലുകൾ ഉണ്ടാവുന്ന പവർ സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ആ ഇക്വേഷൻ വി എസ് ഇൻറ്റു ഐ എസ് ഈക്വൽ ടു വി പി ഇൻറ്റു ഐ പി ആയിട്ട് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ചെറിയൊരു റീഅറേഞ്ച്മെൻ്റ് ആണ്. അതിൽ വി എസ് ടേംസുകൾ ഒരുമിച്ച് എഴുതും. ഇപ്പം വി ടേംസ് വി എസ് ബൈ വി പി ഈക്വൽ ടു
IP by IS. ഓക്കെ, VS by VP ഈക്വൽ ടു IP by IS എന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പം ഞാനിത് പെട്ടെന്ന് ജമ്പ് ചെയ്ത് എഴുതിയുണ്ട്. നമ്മുടെ കൂട്ടുകാരിൽ പലർക്കും അത് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല, അതെങ്ങനെയാണ് ചെയ്തതെന്ന കാര്യം. അതുകൊണ്ട് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക, IS ഇൻറ്റു VS ഇൻറ്റു IS ഈക്വൽ ടു VP ഇൻറ്റു IP ആണല്ലോ. ഇനി നമ്മൾ ടേംസുകൾ, ഒരേ ടേംസുകൾ ഒരു ഭാഗത്ത് കൊണ്ടുപോവുക. V ടേംസിനൊക്കെ ഒരു ഭാഗത്ത്, I ടേംസിനൊക്കെ ഇക്വേഷൻ്റെ അപ്പുറം സൈഡിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് VSൻ്റെ തൊട്ട് താഴെ ഹരിക്കണം എന്നുള്ളതായിട്ടാണ് നമ്മുടെ VP ടേം വരിക. ഓക്കെ, VS by VP ദാറ്റ് വിൽ ബി ഈക്വൽ ടു IP എന്നുള്ള ടേം അവിടെ തന്നെ ഉണ്ട്, പിന്നെ മൾട്ടിപ്ലൈഡ് ബൈ IS എന്നുള്ള ടേമാണ് അല്ലേ. ആ ടേം എന്ത് ചെയ്യുന്നു, ഇവിടെ ഡിവൈഡ് ചെയ്തിട്ട് പോകും. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു കണ്ടീഷൻ കിട്ടുന്നത്, ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് VS by VP ഈക്വൽ ടു IP by IS എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇക്വേഷൻ എന്തിന് കാണിക്കുന്നത്, ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി പ്രൈമറി കോയിലുകൾ ഉണ്ടാകുന്ന വോൾട്ടേജും അതേപോലെ ആ കോയിലുകളിൽ ഉണ്ടാകുന്ന കറണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ്. ഓക്കെ, VS by VP ഈക്വൽ ടു IP by IS എന്നുള്ള ഇക്വേഷൻ. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ മെയിൻ ഇക്വേഷനായിട്ട് നിങ്ങൾ അടയാളപ്പെടുത്തുക. ഓക്കെ, VS by VP ഈക്വൽ ടു IP by IS. ഇനി നമ്മൾ നോക്കുന്നത് ട്രാൻസ്ഫോമറിന്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ സിംബോളിക് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ബോർഡ് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമർ. ഇത് ട്രാൻസ്ഫോമറിന്റെ ഒരു കോയിൽ, പ്രൈമറി കോയിൽ, ആൻഡ് നടുവിലായിട്ട് നിങ്ങളിങ്ങനെ രണ്ട് വര വരയ്ക്കുക, എന്നിട്ട് അടുത്ത കോയിൽ വരയ്ക്കുക. ഇതാണ് ട്രാൻസ്ഫോമറിന്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ. ഇത് പ്രൈമറി കോയിൽ, ഇത് സെക്കൻഡറി കോയിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡയഗ്രാം കൂടി നിങ്ങൾ വരയ്ക്കാൻ പഠിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ട്രാൻസ്ഫോമർ എന്താണെന്നും ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പളും അതേപോലെ ട്രാൻസ്ഫോമറിലെ നമ്പർ ഓഫ് ടേൺസുകളും കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻഷിപ്പും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ ട്രാൻസ്ഫോമറിന്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ കൂടി വളരെ ഭംഗിയായിട്ട് പഠിച്ചുകൊണ്ട് നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ എല്ലാ കണ്ടന്റിൽ കൂടി കടന്നു പോവുക. ഒരു കാര്യം എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്, ഒരിക്കലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കാണ്ട് പോകരുത്. കൃത്യമായിട്ട് നമ്മൾ എടുക്കുന്ന പോർഷൻസിനനുസരിച്ചിട്ട് ടെക്സ്റ്റ് ബുക്കും വായിക്കുക. ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതിലൂടെയാണ് നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസുകളും കൂടി അറ്റൻഡ് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യൂ. അതേ ടെക്സ്റ്റ് ബുക്കിനെ നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കൺസിഡർ ചെയ്യുക. ക്ലാസ്സും ഒരുമിച്ച് കൊണ്ടുപോവുക, ടെക്സ്റ്റ് ബുക്കും വായിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ചിൽഡ്രൻ, സീ യു നെക്സ്റ്റ് ടൈം.